ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. യെസ് മക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിൽ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ മെട്രിക്സിന്റെ ഇക്വേഷൻസ് തരും, 2 ഇക്വേഷൻസ് തരും, ഇതിന് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വരാറുണ്ട്, എല്ലാ എക്സാമിനും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. ആൻഡ് നമുക്ക് നോക്കാം അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് എത്ര ഇക്വേഷൻസ് ആണോ തന്നിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. തന്നിട്ടുള്ള ഇക്വേഷൻസിൻ്റെ ഒക്കെ എക്സ് കോർഡിനേറ്റ്സ് നേരെ കുത്തനെ എഴുതുക. എക്സ് കോർഡിനേറ്റ്സ് ഇപ്പോൾ 3 ഇക്വേഷൻസിൻ്റെ 3 ഇക്വേഷൻ്റെ കുത്തനെ എഴുതുക കേട്ടോ. അവിടെ ഇപ്പോൾ 2 ഞാൻ 2 കുത്തനെ എഴുതി. ഇനി തന്നിട്ടുള്ള ഇക്വേഷൻസിൻ്റെ ഒക്കെ വൈ കോർഡിനേറ്റ്സ് കുത്തനെ എഴുതുക. 2, 3. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ 3 വേരിയബിൾസ് ഉണ്ടാവും, എ ബി സി അല്ലെങ്കിൽ എക്സ് വൈ സെറ്റ് അങ്ങനെ ആണെങ്കിൽ അടുത്ത സെറ്റിൻ്റെ കോഎഫിഷ്യൻസ് കുത്തനെ എഴുതണം കേട്ടോ. ഓക്കെ, ഇനി ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ RHS ഉള്ള നമ്പേഴ്സ് കുത്തിന് എഴുതുക. ഓക്കെ, ഇനി എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേരിയബിൾസ് കുത്തിന് എഴുതുക. ആ ഇക്വേഷൻസിലെ വേരിയബിൾസ് എക്സ് വൈ കുത്തിന് എഴുതുക. എന്നിട്ട് നിങ്ങൾ എഴുതുക AX ഈക്വൽ ടു ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ AX ഈക്വൽ ടു ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് വേരിയബിൾസ് വരുന്ന മെട്രിക്സ് ഏതാ? വേരിയബിൾസ് വരുന്ന മെട്രിക്സ് എക്സ് ആണ്. അപ്പോൾ AX ഈക്വൽ ടു ബി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ അപ്പുറം പോകുമ്പോൾ A ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് ആവുക. A ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് ആവുക കേട്ടോ. ഈ സ്റ്റെപ്സ് ഒക്കെ എല്ലാത്തിലും സെയിം തന്നെയാണ് വരിക, എല്ലാ ഇക്വേഷൻസിലും സെയിം തന്നെയാണ് വരിക. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ എന്താവുന്ന വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ തരിക, വേർഡ് പ്രോബ്ലം തരും. അതിൽ നിങ്ങൾ ഇക്വേഷൻസ് 3 ഇക്വേഷൻസോ 2 ഇക്വേഷൻസോ ഒക്കെ ഉണ്ടാക്കിയിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. ആൻഡ് ചില ഇക്വേഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക, ചിലപ്പോൾ 5x ഇവിടെ 2y ചിലപ്പോൾ അപ്പുറത്തൊക്കെ വയ്ക്കും. അപ്പോൾ നിങ്ങൾ അതിനെ നിങ്ങൾക്ക് വേണ്ട ഫോർമാറ്റിലേക്ക് എഴുതണം. അതായത് LHSൽ എക്സ് വരുന്ന ടൈം, വൈ വരുന്ന ടൈം, ഇനിയിപ്പം 3 വേരിയബിൾസിൻ്റെ സെറ്റ് വരുന്ന ടൈമും കൂടെ LHSൽ വരണം. നമ്പർ മാത്രം, വേരിയബിൾ ഇല്ലാത്ത നമ്പർ മാത്രമേ RHSൽ വരാൻ പാടുള്ളൂ. ആ രീതിക്ക് നിങ്ങൾ എല്ലാ ഇക്വേഷൻസിനെയും മാറ്റി എഴുതണം. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുക. എക്സിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ കുത്തനെ എഴുതുക, വൈൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ കുത്തനെ എഴുതുക. ഇനി 3 വേരിയബിൾസിന്റെ 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സെറ്റിന്റെ കോഎഫിഷ്യൻസ് കൂടെ ഉണ്ടാവും, അതും കൂടെ കുത്തനെ എഴുതേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബി എഴുതുക. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് RHS ഉള്ള നമ്പേഴ്സിന് ഇങ്ങനെ കുത്തനെ എഴുതുക. അതുപോലെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? വെയിറ്റ് സെക്കൻഡ്. യെസ്, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമ്മളെ കോഎഫിഷ്യൻസ് ഇല്ലേ, കോഎഫിഷ്യൻസ് നേരെ കുത്തനെ എഴുതുക. ഓക്കെ, എക്സ് വൈ കുത്തനെ എഴുതുക. ഇപ്പോൾ സെറ്റും കൂടെ ഉണ്ടെങ്കിൽ സെറ്റും കൂടെ കുത്തനെ വരും, എക്സ് വൈ സെറ്റ് എന്ന് വരും. ഓക്കെ, അടുത്തത് AX ഈക്വൽ ടു ബി എന്ന് എഴുതുക. എന്നിട്ട് എക്സ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതുക. ഇനി വാട്ട് ഈസ് A ഇൻവേഴ്സ് മക്കളെ? വാട്ട് ഈസ് A ഇൻവേഴ്സ്? എന്താണ് A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് A ആണ്. 1 ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് A ആണ് A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് A നിങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് A ആവശ്യമുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് A എന്താ വരിക? ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് A 3 × 5 15 മൈനസ് 2 × 7 14 ആണ്. 15 മൈനസ് 14 ദാറ്റ് ഈസ് 1. ഇനി അഡ്ജോയിൻ്റ് ഓഫ് A ഇവിടെ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, ഇവിടെ എന്താ വരിക എന്ന് വെച്ചാൽ ഇത് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇത് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. നേരെ ഈ ഡയഗണൽ എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. 5 3 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ 5ന്റെ സ്ഥാനത്ത് 3, 3ന്റെ സ്ഥാനത്ത് 5. ഇനി ഇത് രണ്ടിൻ്റെ സൈൻസ് ഓപ്പോസിറ്റ് ആക്കുക. അതായത് 2 മാറ്റി -2, 7 മാറ്റി -7. ഓക്കെ, ആ ഡയഗണൽ എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. 3 5 വരും. പിന്നെ ഇങ്ങോട്ടേക്കുള്ള എലമെന്റ്സ് ഓപ്പോസിറ്റ് സൈൻ ആക്കുക. 2 ആണെങ്കിൽ -2 ആക്കി, 7 ആയതുകൊണ്ട് -7 ആക്കി. ഇനിയിപ്പോൾ -2 ആയിരുന്നെങ്കിൽ അത് +2 ആക്കി മാറ്റേണ്ടിയിരുന്നു. ഇവിടെ 2 ആണ്, അതുകൊണ്ട് -2 ആക്കി എന്നുള്ളൂ കേട്ടോ. ഓപ്പോസിറ്റ് സൈൻ ആക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കണ്ട. ഓക്കെ, സെയിം സംഭവം 3/3 മെട്രിക്സ് ആണ്. നമ്മളെങ്ങനെയാണ് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുക? നമ്മളെങ്ങനെയാണ് അഡ്ജോയിൻ്റ് ഓഫ് A കണ്ടുപിടിക്കുക? നമ്മൾ മൈനേഴ്സ് കണ്ടുപിടിക്കണം, കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം, കോഫാക്ടർ മെട്രിക്സ് എഴുതണം, കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അത്രയും സ്റ്റെപ്സ് അവിടെ എക്സ്ട്രാ വരും കേട്ടോ. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് A എഴുതി. ഇനി നമ്മൾ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു ദാറ്റ് ഈസ് 1 ഡിറ്റർമിനൻ്റ് ഓഫ് A എന്താ 1 അല്ലേ? ഇപ്പോൾ 1/1 ഇൻറ്റു എന്താ അഡ്ജോയിൻ്റ് ഓഫ് A എന്താ? അഡ്ജോയിൻ്റ് ഓഫ് A ഇപ്പോൾ എഴുതിയ മെട്രിക്സ് 3 -2 -7 5. ആക്ച്വലി 1/1 കൊണ്ട് 1/1 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. 1 കൊണ്ട് നമ്മൾ ഈ എല്ലാ എലമെൻറ്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ സെയിം മെട്രിക്സ് തന്നെ കിട്ടുക. എലമെൻറ്റ്സ് മാറില്ലല്ലോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. 3 -2 -7 5 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താ? എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എക്സ് ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു ബി. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് എന്താണ്? എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എക്സ് വൈ അല്ലേ? എക്സ് വൈ ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് നമ്മളിപ്പോൾ എന്താ എഴുതിയത്? 3 -2 -7 5. 3 -2 -7 5 ഇൻറ്റു ബി എന്താ? ബി എന്ന് പറഞ്ഞാൽ 4 5 ആണ്. 4/5 അല്ല 4/5 കേട്ടോ.
ഓക്കെ, സോ എക്സ് വൈ ഇസ് ഈക്വൽ ടു നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ 3യും -2 ഈ റോനെ കൊണ്ട് ഈ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ വരിക? 3 × 4 12 പിന്നെ 3 × 4 12 എഴുതി. പിന്നെ -2 × 5 -10 അത് ന്യൂമറേറ്ററിൽ. ഇനി അടുത്ത റോ -7 5 ആണ്. അപ്പോൾ -7 × 4 -28. ഇനി 5 × 5 +25. ഓക്കെ, -28 +25 ദാറ്റ്സ് ഈക്വൽ ടു എന്താ? 12 - 10 എന്താണ്? 12 - 10 2 ആണ്. -28 + 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -3 ആണ്. -3 ആണ്. അപ്പോൾ മെട്രിക്സ് എക്സ് കോമ വൈ എക്സ് വൈ എന്ന് പറയുന്നത് മെട്രിക്സ് 2 -3 ഈക്വൽ ആണ്. കോമല്ല കേട്ടോ, 2 -3 ഈക്വൽ ആണ്. അങ്ങനെയാണ് കറസ്പോണ്ടിങ് എലമെന്റ്സ് എക്സ് 2 ഈക്വൽ ആയിരിക്കും. എക്സ് ഈക്വൽ ടു 2 ആയിരിക്കും. പിന്നെ വൈ ഈക്വൽ ടു -3 ആയിരിക്കും. -3 ആയിരിക്കും. ഇതിപ്പോൾ 3/3 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റും കൂടെ ഉണ്ടാവും, ഇവിടെ ഒരു മൂന്നാമത്തെ ഒരു എലമെന്റ് കൂടെ ഉണ്ടാവും. അത് ആ എലമെന്റും ഈ എലമെന്റും ഈക്വൽ ആണ്. അത് 0 അല്ല കേട്ടോ, ഒരു എലമെന്റ് കൂടെ ഉണ്ടാവും കാണിച്ചാൽ കേട്ടോ. അത് ഈക്വൽ ആയിട്ട് അതും കൂടെ എഴുതിക്കാം. 3/3 മെട്രിക്സ് ആണെങ്കിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ആൻഡ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും ശരിയാണോന്ന്. നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് ഇല്ലേ, അത് 2 ഇക്വേഷൻ കൊടുത്തു നോക്കാം. നിങ്ങൾക്കുള്ള ഇക്വേഷൻസിലൊക്കെ തന്നിട്ടുള്ള ഇക്വേഷൻസിലൊക്കെ കൊടുത്തു നോക്കാം. നോക്ക്, x2 y -3 ഇവിടെ 2 കൊടുത്താൽ 2 × 5 10 ആയി. പിന്നെ y -3 അല്ലേ, അപ്പോൾ 2 × -3 -6 10 - 6 കറക്റ്റ് 4 ഓക്കെ ആണ്. ഇനി അടുത്തത് ഇവിടെ വൈക്ക് എക്സിന് 2 അല്ലേ, എക്സിന് 2 വൈക്ക് -3 എക്സിന് 2 കൊടുത്താൽ 2 × 17 7 14. പിന്നെ വൈക്ക് -3 കൊടുത്താൽ 3 × -3 -9 14 - 9 5 അല്ലേ, കറക്റ്റ് ഇവിടെ 5 അല്ലേ ഉള്ളത് ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് ഇനിയിപ്പോൾ സെറ്റും കൂടെ എക്സിൻ്റെ വൈൻ്റെ സെറ്റിൻ്റെ വാല്യൂസ് ആ 3 ഇക്വേഷൻസിലും കൊടുത്തു കഴിഞ്ഞാൽ ആ 3 ഇക്വേഷൻസും RHS കറക്റ്റ് സെയിം സാധനം തന്നെ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്തത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലായിരിക്കും ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവുക. അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. പക്ഷേ നിങ്ങൾ ഈ കറക്ഷൻ ചെയ്യുന്നത് ഇത് ശരിയാണോ നോക്കുന്നത്, ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ എക്സാം ഫുൾ എഴുതി കഴിഞ്ഞിട്ട്, ആ ക്വസ്റ്റൻ അല്ല എക്സാം ഫുൾ എഴുതി കഴിഞ്ഞിട്ട് അവസാനം തിരിച്ചു വന്ന് ചെയ്താൽ മതി. ആൻഡ് വൺ മോർ തിങ്, ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞത് 3/3 മെട്രിക്സ് 3 ഇക്വേഷൻസ് വരുന്ന 3 വേരിയബിൾസ് വരുന്ന കേസാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ആൻഡ് അതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സിൻ്റെ അതുപോലുള്ള ഫുൾ ചാപ്റ്ററിൻ്റെ ഫുൾ റിവിഷൻ മാത്രമല്ല, നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം സ്റ്റഡി മെറ്റീരിയൽസും ഇൻസ്റ്റാളും മൈൻമാപ്പും അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് നമ്മുടെ സൈലത്തിൻ്റെ യുവ ബാച്ചിലുണ്ട്. യുവ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഡെഡിക്കേറ്റഡ് ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ്. അത്രമേൽ കോണ്ടന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈലം കാത്തു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ സ്ലൈഡ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട്, അതായത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്രീം ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് സ്ലൈഡ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴുള്ള എക്സാംസും റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സൈലത്തിൻ്റെ ഏറ്റവും പ്രീമിയം ബാച്ചാണ് യുവ ബാച്ച് എന്ന് പറയുന്നത്. സോ +2 മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ ഓപ്ഷണൽ പേപ്പറായിട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ, കൊമേഴ്സിൽ നിങ്ങൾ +2 മാത്തമാറ്റിക്സ് ആണ് ഓപ്ഷണൽ പേപ്പറായിട്ട് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും യുവ ബാച്ച് എന്ന് പറയുന്നത്. സോ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ അക്കാദമിക് അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് ഏറ്റവും മികച്ച മാർക്കിലേക്ക് എത്തിച്ചേരാം. ഓൾ ദ ബെസ്റ്റ്.